നമസ്കാരം. പ്രധാന വാർത്തകൾ. മുസ്ലിം ലീഗിന് 3ാം സീറ്റ് നൽകില്ല, രാജ്യസഭാ സീറ്റ് നൽകും വി.ഡി. സതീശൻ. നടിയെ ആക്രമിച്ച കേസ് ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന ക്രൈംബ്രാഞ്ചിന്റെ ഹർജി കോടതി തള്ളി. ഗോളടിയാണ് സാറേ മെയിൻ, തിരുവനന്തപുരത്തിന്റെ സ്വന്തം എസ് രാജേഷ്. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് 3ാം സീറ്റ് നൽകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. വരുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലീഗിന് നൽകുമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ഉഭയകക്ഷി ചർച്ച പൂർത്തിയായതിനു ശേഷം നടത്തിയ പത്രസമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കില്ല. ജാമ്യം റദ്ദാക്കണമെന്ന ക്രൈംബ്രാഞ്ച് ഹർജി കോടതി തീർപ്പാക്കി. ദിലീപിനെതിരായ ആരോപണങ്ങളുടെ മെറിറ്റിലേക്ക് പോകുന്നില്ലെന്നും ജാമ്യം റദ്ദാക്കിയാൽ അത് നിയമപ്രശ്നങ്ങൾക്ക് ഇടയാക്കുമെന്നും ചൂണ്ടിക്കാട്ടിയാണ് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ്. ഇനി കായിക വാർത്ത. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച താരത്തിനുള്ള പുരസ്കാരം ഉണ്ടായിരുന്നെങ്കിൽ അതിൽ ഏറ്റവും തിളക്കമുള്ള പെരുകാരൻ തിരുവനന്തപുരം പൊഴിയൂർ സ്വദേശി എസ് രാജേഷ് ആയിരിക്കും. തിങ്കളാഴ്ച നടന്ന സന്തോഷ് ട്രോഫിയിൽ തന്റെ 29ാം ഗോൾ കുറിച്ചിരിക്കുകയാണ് എസ് രാജേഷ്. വാർത്തകൾ അവസാനിക്കുന്നു. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.